യെശയ്യാ 20. അശ്ശൂർ രാജാവായ സർഗോന്റെ കൽപ്പന പ്രകാരം തർത്താൻ അശോദിലേക്ക് ചെന്ന് അശുതോഷിനോട് യുദ്ധം ചെയ്ത് അതിനെ പിടിച്ച് ആണ്ടി. അക്കാലത്ത് തന്നെ യഹോവ ആമോസിന്റെ മകനായ യെശയ്യാവിനോട്, നീ ചെന്നു നിന്റെ അരയിൽ നിന്ന് എട്ടുശീല അഴിച്ചുവെച്ച് കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്കളക എന്ന് കൽപ്പിച്ചു. അവൻ അങ്ങനെ ചെയ്തു, നഗ്നനായും ചെരുപ്പിടാതെയും നടന്നു. പിന്നെ യഹോവ അരുളി ചെയ്തത്, എൻ്റെ ദാസനായ യെശയ്യാവ് മിസ്രയീമിനും കുരിശിനും അടയാളവും അത്ഭുതവുമായിട്ട് 3 സംവത്സരം നഗ്നനായും ചെരുപ്പിടാതെയും നടന്നതുപോലെ അശ്ശൂർ രാജാവ് മിസ്രയീമിൽ നിന്നുള്ള ബദ്ധന്മാരെയും കൂശിൽ നിന്നുള്ള പ്രവാസികളെയും ആബാലവൃദ്ധം മിസ്രയീമിൻ്റെ ലജ്ജയ്ക്കായിട്ട് നഗ്നന്മാരും ചെരുപ്പിടാത്തവരും ആസനം മറയ്ക്കാത്തവരുമായി പിടിച്ചു കൊണ്ടുപോകും. അങ്ങനെ അവർ തങ്ങളുടെ പ്രത്യാശയായിരുന്ന ക്രൂശും തങ്ങളുടെ പൂഴ്ചയായിരുന്ന മിസ്രയീമും നിമിത്തം ഭ്രമിച്ച് ലജ്ജിക്കും. ഈ കടക്കരയിലെ നിവാസികൾ അന്ന് അശ്ശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ സഹായത്തിനായി നാം ഓടിച്ചെന്നിരുന്ന നമ്മുടെ പ്രത്യാശ ഇങ്ങനെയായല്ലോ, നാം എങ്ങനെ രക്ഷപ്പെടും എന്ന് പറയും.